മെറ്റഡായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കർത്താവിൻ്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് 7 സഭകളെക്കുറിച്ചുള്ള ദൂതിനെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫിലദൽഫിയ സഭയെക്കുറിച്ച് പഠിച്ചു. ഒരു ട്രൂ ആയിട്ടുള്ള ശരിയായിട്ടുള്ളൊരു സഭ, അതിന് ദൈവം കൊടുത്ത കമൻസും എല്ലാം നമ്മൾ പഠിച്ചു. ദൈവത്തിൻ്റെ കിരീടം, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തൂണ്, ദൈവത്തിൻ്റെ നാമം, യെരുശലേമിൻ്റെ നാമം, ഇതെല്ലാം അവർക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളത് അവസാനിപ്പിച്ച്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം തൊട്ടുള്ള വാക്യങ്ങളാണ് ലവോദിക്യ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. ലവോദിക്യ സഭയുടെ ദൂതൻ എഴുതുക 3:14, വിശ്വസ്ത സത്യനും സത്യവാനും സാക്ഷിയുമായ ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമീൻ എന്ന് ഉള്ളവൻ അരുളി ചെയ്യുന്ന ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ വായിൽ നിന്ന് വീണുകളയും. ഞാൻ ധനവാൻ സമ്പന്നരായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നയുടെ ലജ്ജ വെളിവാകത്തവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ധരിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കും. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കാൻ മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. റെവലേഷൻസ് 3 ഇതോടുകൂടി സഭകളോടുള്ള ദൂത് ഇവിടെ അവസാനിക്കുകയാണ്. ലവോദിക്യ സഭ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്ന് ഇൻട്രൊഡക്ഷനൊക്കെ പറയുമ്പോൾ നമ്മുടെ സമയം തീരും എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം എത്ര മുമ്പോട്ട് പോകുന്നു. ഫിലദൽഫിയ സഭയിൽ നിന്ന് ഉടലെടുത്തൊരു സഭയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഫിലദൽഫിയ പോലൊരു സഭയ്ക്ക് മാത്രമേ ലവോദിക്കയായിട്ടുള്ളൊരു സഭയായിട്ട് താഴാൻ പറ്റുള്ളൂ. യേശുവിൻ്റെ വരവ് വരെ 4 സഭകളും ഉണ്ടാവും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു വാക്യം, ഞാൻ നിന്നെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. ആ വാക്ക് ശ്രദ്ധിക്കുന്ന ഒരു ന്യായവിധിയെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിക്കും. കൈവിടപ്പെട്ടുപോയ സഭ ആയിട്ട് ആണ് ലവോദിക്യ സഭയുടെ കാണുന്നത്. എന്തുകൊണ്ടാണ് അവർ ശീതവാന്മാരും അല്ല ഉഷ്ണവാനും അല്ല അവസ്ഥ. ശീതവാൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാത്ത അവസ്ഥ. ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വഴികളങ്ങ് കൂടുതലായിട്ട് ജീവിക്കുന്ന അവസ്ഥ. ഇത് രണ്ടുമല്ലാത്ത അവസ്ഥ എന്നുവെച്ചാൽ രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെട്ടവരും കൂടിയുള്ള സഭ. അങ്ങനൊരു സഭ ആണ് ലവോദിക്യ സഭ. നമുക്ക് ഇതിനെക്കുറിച്ച് ചെറിയൊരു ചിത്രം എടുക്കുന്നത് നല്ലതാണ്. ലവോദിക്യ എന്ന് പറയുന്ന ഈ സഭയെക്കുറിച്ച് ശരിക്കും ഹിരിയപോലീസിൽ നിന്നും കൊലോസിയിൽ നിന്നും ഒക്കെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള ഒരു സഭയാണ്. 10 കിലോമീറ്റർ 10 മൈൽ റേഞ്ചിലുള്ള സഭയാണ് ഈ ലവോദിക്യ സഭ. നമുക്ക് ലവോദിക്യ സഭയിലെ ഉള്ള കാര്യം കൊലോസിയർ 4-ാം അധ്യായത്തിലുണ്ട്. അത് നമുക്ക് വായിക്കാം എങ്ങനെയായിരുന്നു എന്നുള്ളത്. എന്നാൽ ഇതിനകത്ത് നമ്മൾ ജോഗ്രഫിക്കലായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ലവോദിക്യ സഭ ഒരു ഏരിയയാണ്. ലവോദിക്ക എന്ന് പറയുന്നത് റിച്ചായിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ വലിയ കോംപ്ലക്സുകൾ, വലിയ ഷോപ്പിംഗ് മാളുകൾ, അല്ലെങ്കിൽ വലിയ സ്റ്റേഡിയംസ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് പണം ഉണ്ടായിരുന്നു. അവരുടെ ബാങ്കിങ് സെൻ്റർ ആയിരുന്നു ലവോദിക്ക എന്ന് പറഞ്ഞ്. അവർക്ക് ധാരാളം പണം ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു സെൻ്ററായിരുന്നു. കണ്ണിൻ്റെ ആശുപത്രി ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മില്ല്, ബ്ലാക്ക് വൂളിൽ നിന്ന് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന മില്ലുണ്ടായിരുന്നു. അവരത്രയ്ക്ക് സമ്പന്നരായിരുന്നു ലവോദിക്യ സഭ. അവിടെ ചെറിയൊരു ഭൂകമ്പം ഉണ്ടായിട്ട് പോലും അവിടെ അത് എല്ലാം ഇടിഞ്ഞു പോയിട്ട് പോലും റോമൻ്റെ റൂളിലായിരുന്നില്ല. റോമർക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കടമെടുക്കാതെ അവർ സെൽഫായിട്ട് ചെയ്ത് തീർത്ത അത്രയ്ക്കൊരു പാരമ്പര്യം അവർക്കുണ്ട്. അവർ അത്രയ്ക്ക് റിച്ചായിരുന്നു. എന്നാൽ അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു.
ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല എന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഈ അടുത്തുള്ള ഹീരാപോലിസിൽ നിന്ന് അവിടെ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്, ഹോട്ട് സ്പ്രിങ്സ്, ചൂടുള്ള വെള്ളം. അവിടെ നിന്ന് അക്വഡക്റ്റ് വഴി ആ വെള്ളം ഈ ലവോദിക്കയിലേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ കൊലോസിയിൽ നിന്ന് തണുത്ത വെള്ളവും ഇവിടെ കൊണ്ടുവരും. ഈ ചൂടുള്ള വെള്ളം ഹിരാപ്പൊലീസിലുള്ള അതൊരു ടൂറിസ്റ്റ് സെൻ്ററാണ്. ഈ ആളുകൾ ഈ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി, മണ്ണിൽ നിന്ന് വരുന്നതാണ്, ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി അവിടെ വരുന്നത്. എന്നാൽ അത് ഈ അക്വഡക്റ്റ് വഴി ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ആ ചൂടൊക്കെ നഷ്ടപ്പെട്ട് അതൊരു ലൂക്ക് വാം നേച്ചറാണ് ഉള്ളത്. എന്നാൽ മറ്റേ വെള്ളം തണുത്ത വെള്ളമാണ്, അത് തണുപ്പ് പോലെ തന്നെ ഇരിക്കും. ഈ ഒരു പശ്ചാത്തലങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനിയും ഈ ഭാഗങ്ങൾ ചിന്തിക്കേണ്ടത്. ലവോദിക്യ സഭയുടെ ദൂതൻ എഴുതുക, നീ ഉഷ്ണവാനല്ല. ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ ഹിരിയോപോലീസിലുള്ള അതേ വെള്ളത്തിൻ്റെ ആ ചൂടല്ല. അതേസമയം നീ കൊലോസിയിലുള്ള വെള്ളത്തിൻ്റെ ചൂടുമല്ല, തണുപ്പുമല്ല, ശീതവാനുമല്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഉഷ്ണവെള്ളം തണുത്തു പോകുന്നതുകൊണ്ട് നീ ശീതോഷ്ണവാനാണ്, ലൂക്ക് വാം നേച്ചർ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഞാൻ നിന്നെ ഉമിണ്ണുകളയും വായിൽ നിന്ന്, ഞാൻ നിന്നെ ന്യായം വിധിക്കും. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മളൊന്ന് എടുത്തു നോക്കി. ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോഴേ അവരിൽ ബലഹീനരാരുമില്ലായിരുന്നു മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു, അവരെ ബലഹീനരായവരെ അമലേക്കർ വെട്ടി വീഴ്ത്തുന്നു. എവിടെയാണ് അവർക്ക് ബലഹീനത വന്നത്? അവിടെ സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി മിസ്രൈമ്യരുടെ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ കരഞ്ഞു എന്ന് പറയുന്നു. എന്താണ്? ദൈവത്തിൻ്റെ പ്രൊവിഷനിൽ നിന്ന് വ്യത്യസ്തമായി അവരോട് പുറപ്പെട്ട സമ്മിശ്ര ജാതിയോട് ചേർന്ന് അവരുടെ വിഗ്രഹങ്ങൾ, അവരുടെ ആചാരങ്ങളിലേക്ക് പോയി അതനുസരിച്ച് അവർ കരഞ്ഞപ്പോഴേ അവരുടെ ബലം അവരിൽ നഷ്ടപ്പെട്ടു പോയി. സഭ അതിൻ്റെ വാതിലുകളെ കാത്തു സൂക്ഷിക്കാഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം സഭയിൽ കയറി സഭ ശീതോഷ്ണവാനായി പോകും. ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല, ശീതോഷ്ണവാനായി പോകുന്ന ഒരു സ്റ്റേജ്. ഇന്നത്തെ സഭയുടെ ഈ പ്രസൻറ്റ് നാളിലുള്ള സഭയുടെ ഒരു സിറ്റുവേഷനാണിത്. ലവോദിക്യ സഭ 1900 തൊട്ട് ഇങ്ങോട്ടുള്ള പ്രസൻറ്റ് ടൈം, അത് കർത്താവിൻ്റെ വരവ് വരെയുള്ള സഭയാണ്. അതിൻ്റെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ് ഇവിടെ. കർത്താവ് അതുകൊണ്ട് നിങ്ങളെ ചതിക്കപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്. നിങ്ങളുടെ സ്പിരിച്വൽ കണ്ടീഷനെക്കുറിച്ചും നിങ്ങൾ ഇഗ്നോറൻ്റ് ആവരുത്, അറിവില്ലാത്തവരെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുദ്ദേശിച്ച് കർത്താവ് ഇവിടെ പറയുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചവൻ പറഞ്ഞാണ്, ഇസ്രായേൽ മക്കളുടെ ഉദാഹരണം എഹെസ്കേൽ പ്രവചനത്തിൽ നിന്നും യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും പറഞ്ഞാണ്. അവർ സംഘം കൂടി വരുന്നു, എന്നാൽ ഹൃദയത്തിൽ കർത്താവില്ല. സംഘം കൂടി എന്നെ ആരാധിക്കാൻ വരുന്നു, ആരാധിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, എന്നാൽ ഹൃദയത്തിൽ രൂപാന്തരമില്ല. നമ്മുടെ ഇപ്പോഴത്തെ സഭയുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ they will attend the worship. അവർക്കത് ചെയ്യണം എന്ന് ചിന്തിച്ച് അല്ല, ഒരു സമ്മർദ്ദത്തിലാണ് അവർ വർഷിപ്പ് അറ്റൻഡ് ചെയ്യുന്നത്, അല്ല ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്ന് വരുന്നതല്ല. ദേ വാണ്ട് ടു ബി മോർ പോപ്പുലർ, രണ്ടാമതുള്ളൊരു ചിന്ത. സോ ദേ വിൽ ഗോ ഫോർ കോംപ്രമൈസ്. അവർ പൊത്തുപൊരുത്തത്തിലെ എല്ലാ സൈഡിലും നിൽക്കും, അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. ദേ ഡു നോട്ട് ഹെയ്റ്റ് സിൻ. പാപത്തെ അവർ ഹെയ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനെ വെറുക്കുകയോ ചെയ്തില്ല, അവർ സോറിയും പറയത്തില്ല. പക്ഷേ അവർ ദൈവം അവരെ പണിഷ് ചെയ്യുമെന്ന് വെച്ച് പേടിച്ചിട്ട് അവരിയ്ക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, പാപത്തെ അവർ വെറുക്കത്തില്ല, പാപത്തോട് കോംപ്രമൈസ് ചെയ്യും. എന്നാൽ ദൈവം അവരെ പണിഷ് ചെയ്യുമെന്ന് പേടിച്ച് ചെയ്യാതിരിക്കും. നോക്ക്, തങ്ങൾക്കറിയാവുന്ന വലിയ സ്നേഹം, കർത്താവ് അവർക്ക് പ്രദർശിപ്പിച്ച സ്നേഹം അവരുടെ ഫ്രണ്ട്സിനോടോ കൂട്ടുകാരോടോ
അയൽക്കാരോടോ അവർ പറയത്തില്ല. കർത്താവിനെ സ്നേഹിക്കുന്നത് പൂർണ്ണമായിട്ട് സ്നേഹിക്കത്തില്ല. അവരുടെ ജീവിതത്തിൽ കർത്താവിനൊരു സ്ഥാനമുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ട് അവരെ സ്നേഹിക്കത്തില്ല. വീണ്ടും അവരുടെ ജീവിതം ഈ ലോകത്തിലെ ജീവിതമാണ് പരമപ്രധാനം എന്ന് വിശ്വസിച്ച് സ്വർഗീയമായിട്ടുള്ള ചിന്തകൾക്കൊന്നും വലിയ താല്പര്യമൊന്നും കൊടുക്കുന്നില്ല. വീണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം ദേ വാക്ക് ബൈ സൈറ്റ് നോട്ട് ബൈ ഫെയ്ത്ത്. വിശ്വാസത്തിലല്ല നടക്കുന്നത്, കാഴ്ചയിലാണ് നടക്കുന്നത്. കാണുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കും, അല്ലാത്ത കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. ഇന്നത്തെ സഭയുടെ ഒരു ചിന്താഗതിയാണ് പറഞ്ഞത്. അതാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാണ്. എനിക്ക് വേണ്ടതൊക്കെയും ഉണ്ട്, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, എന്നാൽ നിനക്ക് ന്യായവിധി ഉണ്ട് എന്ന് ഞാൻ നിന്നെ വായിൽ നിന്ന് ഉമിണ്ണു കളയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുകയാണ്. നീ ശീതവാനായിരുന്നെങ്കിൽ കുഴപ്പമില്ല, നീ ദൈവത്തിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉഷ്ണവാനാണെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ നീ ശീതോഷ്ണവാനാണ്. ഇസ്രായേൽ മക്കളുടെ ശക്തി കുറഞ്ഞു പോയതുപോലെ നിന്റെ ശക്തി ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്നു എന്നേ കാണുന്നു. കാരണം എന്താണ്? ഈ വലിയ ഫ്ലഷ് അല്ലെങ്കിൽ ഈ ലോകം ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരുപാട് കയറിയിരിക്കുന്നു. നേരത്തെ നമ്മൾ ഫ്ലഷിനെ കുറിച്ച്, ജഡത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. 2 എപ്പിസോഡ് തന്നെ ജഡത്തെക്കുറിച്ച് പറഞ്ഞു. പിശാചെല്ലാ അനുസരണക്കേടും, ഡിസൊബീഡിയൻസ്, അതുപോലെ പിശാചെല്ലാ ഡിസിപ്ഷൻസ്, ചതി കൊണ്ടുവരും. ഇത് രണ്ടും കൊണ്ടുവന്നതിന് കീഴടങ്ങുമ്പോഴേ നമുക്ക് ഡിഫീറ്റ്, നമ്മൾ തോൽവി നമ്മൾ ഏറ്റെടുക്കും. ഏറ്റെടുത്തതിൻ്റെ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നത്? മരണം സംഭവിക്കും, ഡെത്ത്. സോ ഡിസൊബീഡിയൻസ് വിൽ കം ഫസ്റ്റ്, സെക്കൻഡ് ഡിസിപ്ഷൻ, തേർഡ് ഡിഫീറ്റ് ആൻഡ് ഫോർത്ത് ഡെത്ത്. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു കയറും. കാരണം എന്താണ്? വി വിൽ ഗോ ഫോർ കോംപ്രമൈസ്. നമ്മൾ കോംപ്രമൈസിനായിട്ട് എല്ലാവരുടെ കൂടുന്ന രീതിയിൽ കാണും. അവരുടെ ആരാധനയിൽ കൂടെ കാണും, വേറെടുത്ത് ലോകപരമായിട്ടുള്ളൊരു കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ലാതെ മദ്യപന്മാരുടെ കൂട്ടത്തിലും വെറിക്കൂത്തിൻ്റെ കൂട്ടത്തിലും പോയിരിക്കുന്ന സാഹചര്യം. കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് ആരാധന സമൂഹത്തിൽ പറഞ്ഞിട്ട് പിന്നീട് അപ്പുറത്ത് പോയിട്ട് എല്ലാ വെറിക്കൂത്തിലും അവരോട് കൂടെ ഇരിക്കുന്ന അനുഭവം. എന്ന് പറഞ്ഞാൽ എൻ്റെ ഓൾഡ് മാസ്റ്ററെ ഞാൻ ക്രൂസിഫൈ ചെയ്തിട്ടില്ല, എൻ്റെ പഴയ മാസ്റ്റർ ഇപ്പോഴും നിൽക്കുന്നു. നമുക്കറിയാം, ജഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൾണറബിൾ. ജഡം ഭയങ്കര അപകടകാരിയാണ്. ഫ്ലഷ് ഈസ് ഫ്ലഷ്. അതിനെ ഒരിക്കലും നമുക്ക് ടൈം ചെയ്യാനായിട്ട് പറ്റുകയില്ല. അത് ഫ്ലഷ്, ജഡം തന്നെയാണ്. ഈ ഇൻവിസിബിളായിട്ടുള്ള, ഈ ഇൻവേർഡായിട്ടുള്ള ഈ എനിമി ലോകത്തോടു കൂടി ചേർന്ന്, അല്ലെങ്കിൽ ഇൻവിസിബിളായിട്ടുള്ള എനിമിയായിട്ടുള്ള ഡെവിളുമായിട്ട് ചേർന്ന് നമ്മളെ നശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നമ്മൾ മറന്നു പോരുത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നീ ഉഷ്ണവാനും അല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാകയാൽ ഞാൻ നിന്നെ ഉണ്ണുകളയും. ഇന്ന് സഭയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂതാണിത്. നീ ഇന്ന് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. അതുകൊണ്ട് എന്താണ് ഇന്ന് നിന്റെ ഹൃദയം ദൈവത്തിലല്ല ഇന്ന്. അതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരാനായിട്ട് യേശുക്രിസ്തു ഈ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലെ കർത്താവ് ഇവിടെ ആത്മാവ് പറയുന്നു. 4 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. ഈ 4 കാര്യങ്ങൾ, ഇവിടെ പറയുന്ന 4 കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ കാണപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മറന്നു പോയിരുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ കഴിവുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഉയർച്ച കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഏറ്റവും അധമ പാതാളത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ മുമ്പിലിരിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വസ്തനും സാക്ഷിയുമായി ദൈവസൃഷ്ടിയുടെ ആരംഭമായിട്ട് അനാദിയായിട്ടുള്ളവൻ പറയുന്നു, നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം എന്ന് പറയുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കമായി ചില കാര്യങ്ങൾ പറയും. ഇന്നത്തെ സഭയുടെ ചില ഡിറ്റോറിയേഷൻ, മൂല്യത്തിൽ നിന്ന് മൂല്യചോഷണം ഇന്ന് നമ്മുടെ സഭകളുടെ ഉള്ളത് ഞാൻ ചുരുക്കമായി പറഞ്ഞതാണ്. ഇന്ന് സഭയുടെ ആൾക്കാരുടെ 7 ക്യാരക്ടറാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. വി ആർ നോട്ട് ഫുള്ളി ഇൻവോൾവ്. നമ്മളൊരു എന്തോ ഒരു പ്രഷർ കൊണ്ട് ആരാധനയ്ക്ക് പോവുകയും
അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് കർത്താവിൻ്റെ വഴികൾക്ക് പ്രാധാന്യം കൊടുക്കാതെ വി ആർ വാക്കിംഗ് ബൈ സൈറ്റ്, കാഴ്ചയാൽ ജീവിക്കുന്ന അനുഭവം, എല്ലാ കോംപ്രമൈസിലും പോകുന്ന അനുഭവം ഇന്ന് സഭയ്ക്കുണ്ട് എന്ന് മറന്നുപോയത്. ഇവിടെയൊക്കെ വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെട്ട ദൈവത്തോടു കൂടെ നിൽക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ലവോദിക്യ സഭയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുന്നു. കർത്താവെ, ഇന്ന് വന്ന ഈ ഡിറ്റോറിയേഷൻ, സഭയിൽ വന്ന ഡിറ്റോറിയേഷൻ്റെ കർത്താവെ 2000 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ മുമ്പിൽ എഴുതി കാണിച്ചു തന്നല്ലോ കർത്താവെ. ഇന്ന് ഈ സഭ ഇതിൽ നിന്നൊക്കെ രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ വഴിയിൽ ജീവിപ്പാനായി ദൈവം വിളിക്കുമ്പോൾ അതനുസരിച്ചുള്ള രൂപാന്തരം വ്യക്തികൾക്കും കമ്മ്യൂണിറ്റിക്കും കൊടുക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ ഹൃദയത്തിലുള്ള രൂപാന്തരം ഈ ദിവസങ്ങളിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വലിയ അനുഗ്രഹങ്ങളെ കുത്തി നിറച്ച ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് തരണമേ. പ്രത്യേകിച്ചും കർത്താവെ, ചില ആളുകൾ ഫൈനാൻഷ്യലായിട്ട് വീക്കായിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കടങ്ങളൊക്കെ വന്നിട്ട് പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നവരെ കർത്താവെ കാണിച്ചു തരുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആ കടബാധ്യതയിൽ നിന്നെല്ലാം ഉള്ളൊരു വിടുതൽ ഈ ദിവസങ്ങൾ കൊടുക്കണമേ. അറിയാത്ത വഴികളിൽ നിന്ന് കർത്താവെ നീ കാര്യങ്ങളെ ക്രമീകരിക്കണമേ. കർത്താവെ, പ്ലാനുകളൊക്കെ ഫ്രൂട്ട്ഫുൾ ആവത്തക്ക രീതിയിൽ പുതിയ പ്ലാനുകൾ കർത്താവെ നീ അവർക്ക് എഴുതി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടുള്ള നീക്കുപോക്കുകളും കർത്താവെ ആ വഴിയിൽ കൂടി നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികൾ സീരിയസ് ആയിട്ട് ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം വലിയ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യും. അത് ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ജോലി അന്വേഷിക്കുന്ന ചിലരെ കർത്താവെ ഈ പകൽക്കാലം കാണിച്ചു തരുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്ലൈ ചെയ്ത ജോലി എത്രയും പെട്ടെന്ന് വന്നു ചേരത്തക്ക രീതിയിൽ നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും ഈ ദിവസങ്ങളിൽ അത് കാണുവാനായിട്ടും ദൈവത്തെ സ്തുതിക്കുവാനായിട്ടും ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒന്നും നിനക്ക് അസാധ്യമല്ല, എൻ്റെ ദൈവത്തിനെല്ലാം സാധ്യം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും നടത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തുന്നതാണ്. കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ചില ചിന്തകളാണല്ലോ നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും പാർട്ട് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് തന്നെ മുന്നിലുള്ള എപ്പിസോഡുകൾ സീരീസ് വൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളതെടുത്ത് കാണുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.